കർഷക ദിനത്തിൽ വിപുലമായ പരിപാടികളുമായി സംസ്ഥാന സർക്കാർ. കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. സംസ്ഥാന കർഷക ദിനാചരണം കൊച്ചി കളമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടും സർക്കാർ ആദ്യം അനുവദിച്ചത് നെൽ കർഷകർക്കുള്ള തുകയാണ്. യു.ഡി.എഫ് സർക്കാരിന്റെ പ്രഖ്യാപിത നയം കർഷകരെ പിന്തുണയ്ക്കുക എന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാലാവസ്ഥാ മാറ്റം ലോകത്തെയാകെ കീഴ്മേൽ മറിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ ഇരകളാണ് കർഷകർ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആദ്യത്തെ ഇരകളാണ്. കാരണം ആ കാർഷിക കലണ്ടർ അവരുടെ മനസ്സിലുള്ള ധാരണകളൊന്നും അവർക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഓരോ പ്രളയമുണ്ടാകുമ്പോഴും ഓരോ വരൾച്ചയുണ്ടാകുമ്പോഴും അതിലെ ഏറ്റവും വലിയ ഇരകൾ പാവപ്പെട്ട കർഷകരാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക വൃത്തി തിരിച്ചു കൊണ്ടുവരാൻ, കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള ശക്തമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം അത് തന്നെയാണ്. കർഷകർക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കുക, അവരെ പ്രയാസത്തിലാക്കാതിരിക്കുക. നമുക്കറിയാം, നെൽകൃഷി പോലും താളം തെറ്റിയിരിക്കുകയാണ്. നെൽ കർഷകർക്ക് കൃത്യമായ പ്രതിഫലം കിട്ടാറില്ലായിരുന്നു. നമ്മൾ ഈ ഗവൺമെന്റ് വന്ന് 2 മാസത്തിനുള്ളിൽ തന്നെ നെൽ കർഷകർക്ക് അവരുടെ അധ്വാനത്തിന്റെ പ്രതിഫലം അവരുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. പുനർനടിയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ വിത്തും അതിനാവശ്യമായ 2026 വനിതാ കർഷക വർഷമായി ആചരിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ചെറുപ്പക്കാർ കൃഷിയിലേക്ക് ഇറങ്ങണമെന്നും കുട്ടികളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഖത്തർ ക്ലബ്ബുകൾ ആരംഭിച്ച ഏക സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നെല്ലിന്റെ സംഭരണം ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോ ആ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് 3 അംഗ ക്യാബിനറ്റ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. അതിൽ ബഹുമാന്യനായ സിവിൽ സപ്ലൈസ് മന്ത്രി ഉണ്ടായിരുന്നു, സഹകരണ മന്ത്രി ഉണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം മീറ്റിംഗ് നടത്തി. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും മീറ്റിംഗ് നടത്തി. ആദ്യത്തെ ഗഡു അനുവദിച്ചു. പാലക്കാട് പാക്സിനെ ചുമതലപ്പെടുത്തിയ പദ്ധതി മാറ്റി അത് മുഴുവൻ ബാങ്കിംഗ് കൺസോർഷ്യത്തിലേക്ക് മാറ്റുകയുണ്ടായി. ഞാൻ പറയുന്നു, കേരളത്തിൽ സമീപകാലത്ത് ആദ്യമായി നെൽ കർഷകർക്ക് കിട്ടാനുള്ള മുഴുവൻ പണവും ജൂൺ മാസം 30 വരെയുള്ളത്. മണ്ണിൽ അധ്വാനിക്കുന്ന പെൺമികവിന് ആദരമായി സംസ്ഥാനത്താകെ നടപ്പിലാക്കുന്ന 5 വർഷം നീളുന്ന കൃഷി സഖി പദ്ധതിക്ക് മന്ത്രി ടി സിദ്ദിഖ് തുടക്കം കുറിച്ചു. കർഷക അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. മന്ത്രിമാരായ വി. അബ്ദുൽ ഗഫൂർ, റോജി എം. ജോൺ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു.